ചിക്കൻ വേസ്റ്റ് കളക്ട് ചെയ്ത് മീൻ കുളത്തിലേക്കും പന്നി ഫാമിലേക്കും കുഴിച്ചിടാനൊക്കെ കൊണ്ടുപോകുന്ന പലരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുഴിച്ചിടാൻ പോകുമ്പോൾ അവരെ പിടിക്കപ്പെടുമ്പോൾ നാട്ടുകാർ നന്നായി കൈകാര്യം ചെയ്യാറുമുണ്ട്. പക്ഷെ ആർക്കും തന്നെ ഇന്നേ വരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ആരെയും ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ വേസ്റ്റ് കളക്ഷൻ ചെയ്യുന്ന ആൾക്കാർ പന്നി ഫാമുകളിലേക്കും മീൻ കുളത്തിലേക്കൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ പെട്ടെന്ന് അവർ പറയും ഇന്നിത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരിത് എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വരുന്നത്. അതാ ഒരു മാരക പ്രശ്നമായി മാറുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇവിടുത്തെ പ്രശ്നം ആ ചിക്കൻ വേസ്റ്റ് കളക്ഷൻ ചെയ്യുന്നതല്ല, അത് എത്തിച്ചു കൊടുക്കുന്ന സ്ഥലത്തിന്റെ വിശ്വാസ്യതയില്ലായ്മയാണ്. ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. പേപ്പറെല്ലാം ക്ലിയർ ഉള്ള നല്ല പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ള റെൻഡറിംഗ് യൂണിറ്റുകളിലേക്ക് മാത്രം നിങ്ങളുടെ വേസ്റ്റ് കൊടുക്കുക. പലരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ വണ്ടികളൊക്കെ വാങ്ങുന്നത്. ഇതുപോലെ കുഴിച്ചിടാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ അതിനെ തടഞ്ഞു വെച്ച് അടിച്ച് പൊളിച്ച് വണ്ടിയാകെ നാശമാക്കി കളയും. പിന്നെ ഈ ലോണൊക്കെ നമ്മൾ എങ്ങനെ അടയ്ക്കും? ചിലപ്പോൾ ബോണസായിട്ട് ഒരു പോലീസ് കേസും കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ചിക്കൻ വേസ്റ്റ് കളക്ഷൻ ചെയ്യുന്നവർ അംഗീകാരമുള്ള കമ്പനിക്ക് മാത്രം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധൈര്യമായി ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യും. ചിക്കൻ വേസ്റ്റ് എന്നല്ല, ഒരറവ് മാലിന്യവും കുഴിച്ചിടരുത്. നമ്മളെല്ലാവരും ചിക്കൻ കഴിക്കുന്നത് കൊണ്ടാണ് ഈ ചിക്കൻ വേസ്റ്റ് ഉണ്ടാകുന്നത്. ആ ചിക്കൻ വേസ്റ്റ് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ അത് കുഴിച്ചിടാതെ അവരെ നേരെയാക്കേണ്ടത് ചിക്കൻ കഴിക്കുന്ന നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഒരു നാട് മാലിന്യമുക്തമാകുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.